പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം മഴ ആരംഭിച്ചു. കാട്ടിൽ പല സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞു. നിരവധി മരങ്ങൾ നശിച്ചു. വയലുകളിലും വെള്ളം നിറഞ്ഞു. പക്ഷേ മാൻ തന്റെ ഗുഹയിലിരുന്ന് പുഞ്ചിരിക്കുകയായിരുന്നു. എല്ലാവരും പ്രശ്നത്തിലാ, പക്ഷേ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എന്തെന്നാൽ എന്റെ ഗുഹ ഏറ്റവും ഉയരത്തിലാ ഉണ്ടാക്കിയിരിക്കുന്നത്. കാടിന്റെ പകുതി ഭാഗം വെള്ളത്തിൽ മുങ്ങിയാലും എന്റെ ഗുഹയിൽ വെള്ളമെത്തില്ല. അപ്പോഴാണ് പുറകിൽ നിന്ന് എന്തോ ശബ്ദം അവൻ കേട്ടത്. അല്ല, ഇതെന്ത് ശബ്ദമാണ്? അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ നിന്ന് വെള്ളം തിരമാല പോലെ തന്റെ നേരെ വരുന്നത് കണ്ടു. അയ്യോ, ഇതെന്താ? എന്റെ ഗുഹയിൽ വെള്ളം കയറില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ വെള്ളം ഉള്ളിൽ നിന്ന് വരുന്നത്? അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിലേക്ക് ഒരു വലിയ വെള്ളപ്രവാഹം വരുന്നതായി കണ്ടു. ദൈവമേ, ഓടിക്കോ! സ്വയം രക്ഷിക്കാൻ വേണ്ടി അവൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഓടി.